ഭാർഗവക്ഷേത്രത്തിലെ കാഞ്ചന പ്രദീപമേ, ഭാർഗവീ കടാക്ഷാളി ലാളിത പ്രസൂനമേ, ഭാഗ്യദേവതയുടെ ഭാസുര പര്യായമേ, ശ്ലാഘ്യവൈഭവേ ദേവി കൈരളി തൊഴാം തൊഴാം. ഇത് 7ാം ക്ലാസ്സിൽ നെടുമ്പാശ്ശേരി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ്സിൽ പ്രഭാകരപിള്ള സാറ് പഠിപ്പിച്ച ഒരു പദ്യമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7ാം ക്ലാസ്സിലെ മലയാള പാഠാവലിയിലെ ആദ്യത്തെ പാഠം ഈ കൈരളി തൊഴാം എന്ന വി ഉണ്ണികൃഷ്ണൻ നായരോ മറ്റും എഴുതിയ കവിതയാണ്. ഇപ്പോൾ ഈ കവിത ഇത്രയും കൊല്ലത്തിന് ശേഷം, ഇത് 1974 പഠിച്ചാണ്, അല്ലെങ്കിൽ 73. അത് ഇത്രയും കൊല്ലത്തിന് ശേഷം 2024 ആണ്ടിൽ ഞാൻ ഓർക്കുന്നത് എന്താ വെച്ചാൽ, ഇന്ന് അതായത് ഒക്ടോബർ 3-ാം തീയതി മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം, കൈരളിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. കാരണം മലയാളികൾക്ക് ഏവർക്കും പ്രിയങ്കരനായ ഈ മഹാകവി പദത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അടുത്തു കഴിഞ്ഞ പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ ഇന്ന് വൈകുന്നേരം 5:30 മണിക്ക് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് സമ്മാനിക്കുകയാണ്. പ്രഭാവർമ്മയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ആശാനും ഉള്ളൂരിനും വള്ളത്തോളിന് ശേഷം, അല്ലെങ്കിൽ ഒരുപക്ഷെ എഴുത്തച്ഛന് ശേഷം തന്നെ മലയാള ഭാഷയിൽ ഉണ്ടായ ഏറ്റവും വലിയ കവിയാണ്. ആശാനും ഉള്ളൂരൊക്കെ പിന്നെയല്ലേ. അവരെക്കാളൊക്കെ കൊമ്പിച്ച ഒരു കവിയാണ് പ്രഭാവർമ്മ. ഇദ്ദേഹത്തിൻ്റെ കവിതയിൽ തീരെ കവിതയില്ല എന്നുള്ള ഒഴിച്ചാൽ വേറെ യാതൊരു കുഴപ്പമില്ല. ഒന്നാം തരം പദ്യങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു പദ്യരചയിതാവായി ഇദ്ദേഹത്തിന് കിട്ടാത്തതായ ഒരു അവാർഡും ഈ ഭൂമി മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും അവാർഡുണ്ടായാൽ അതിൻ്റെ ആദ്യത്തെ എഡിഷൻ വർമ്മയ്ക്ക് കൊടുത്തുകൊണ്ടാണ് അത് ഉദ്ഘാടിക്കുക. ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ആശാൻ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഉള്ളൂർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, വള്ളത്തോൾ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, മൂലൂർ സരസകവി മൂലൂർ പത്മനാഭ മണിക്കരുടെ പേരിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, കവി കുഞ്ചുപിള്ളയുടെ പേരിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സകലമാന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് കിട്ടാത്തതായിട്ട് യാതൊരു അവാർഡും ഇല്ല. അതുകൊണ്ട് അസൂയക്കാർ ഇദ്ദേഹത്തെ അവാർഡ് വർമ്മ എന്ന് വിളിക്കാറുണ്ട്. ചിലർ പുരസ്കാര വർമ്മ എന്ന് സംസ്കൃതത്തിലും പറയാറുണ്ട്. രണ്ടായാലും സാധനം ഒന്ന് തന്നെയാണ്, അവാർഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പുരസ്കാരങ്ങളുടെ നിറവിൽ നിൽക്കുന്ന കവി പ്രഭാവർമ്മയ്ക്ക്, പോട്ടെ മഹാകവി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ കിട്ടിയിരുന്നില്ല. ഇത് കിട്ടുകയാണ്. അതിൻ്റെ സമർപ്പണമാണ്. അവാർഡ് നേരത്തെ പ്രഖ്യാപിച്ചു. വലിയ സംഖ്യയും ഇതിൻ്റെ കൂടെ ഉണ്ട്. സംഖ്യ വർമ്മയ്ക്ക് അത്ര പ്രധാനമല്ല. അദ്ദേഹം നല്ല ശമ്പളം വാങ്ങിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിന് ഇന്ന് വൈകുന്നേരം 5:30 മണിക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങ്. ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വേറെ ആരുമല്ല, ഗാനഗന്ധർവൻ യേശുദാസാണ്. യേശുദാസ് കുറേ കാലമായിട്ട് അമേരിക്കയിലാണല്ലോ. അവിടെ നിന്ന് ഇതിനു വേണ്ടി വന്നിരിക്കുകയാണ്. വർമ്മയെ ആദരിക്കാൻ യേശുദാസ് അമേരിക്കയിൽ നിന്ന് പറന്നു വന്നിരിക്കുകയാണ്. പിന്നെ പുരസ്കാര സമർപ്പണം നടത്തേണ്ടിയിരുന്നത് നമ്മുടെ കാരണഭൂതനായിരുന്നു. കാരണം കാരണഭൂതൻ്റെ മാധ്യമ ഉപദേഷ്ടാവാണ് ഇദ്ദേഹം. കാരണഭൂതന് അസുഖമായതുകൊണ്ടാണോ അതോ പുള്ളിക്ക് സമയമില്ലാത്തതുകൊണ്ടാണോ മറ്റു വിധത്തിൽ കൃത്യാന്തര ബാഹുല്യമുള്ളതെന്നറിയില്ല, ജ്ഞാനപീഡിതനായി അതൊരു കവിയോ സാഹിത്യകാരനോ നാടകൃത്താരാണ് പുള്ളിക്ക് ഇത് കയ്യിൽ വെച്ച് കൊടുക്കുന്നത്. അതിലൊന്നും കാര്യമില്ല. അപ്പോൾ വർമ്മയെ സ്നേഹിക്കുന്ന, വർമ്മയെ ആദരിക്കുന്ന, വർമ്മയുടെ കവിതകൾ വായിച്ച് കോരിത്തരിക്കുന്ന എല്ലാവരും ഇന്ന് വൈകുന്നേരം കൃത്യം 5:30 മണിക്ക് ടാഗോർ തിയേറ്ററിലെത്തണം. ഇരിക്കാൻ സീറ്റ് കമ്മിയായിരിക്കും. അത്യാവശ്യം വേണ്ടവർക്ക് പുറത്തു നിന്ന് കേൾക്കാവുന്നതാണ്. വർമ്മയുടെ ആദരിക്കപ്പെടുന്ന വേളയിലുള്ള പ്രസംഗം എന്ന് പറയുന്നത് മിക്കവാറും ലോക സാഹിത്യത്തിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. എങ്ങനെയാണ് ഇത്രയധികം കവിതകൾ എഴുതുന്നത്, എങ്ങനെയാണ് ഇത്രയധികം അവാർഡുകൾ അടിച്ചെടുത്തതെന്നൊക്കെ പുള്ളി പറയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വർമ്മയ്ക്ക് കിട്ടാൻ ഇനി പറയത്തക്ക പുരസ്കാരങ്ങളൊന്നുമില്ല. ഇനി കിട്ടാനുള്ള നോബൽ പ്രൈസാണ്. കാരണം സരസ്വതി സമ്മാൻ കിട്ടിയവർക്ക് പിന്നെ ജ്ഞാനപീഠത്തിന് പരിഗണിക്കില്ല. അത് ജ്ഞാനപീഠത്തിൻ്റെ നഷ്ടമാണ്, അല്ലാണ്ട് വർമ്മയുടെ അല്ല. അപ്പോൾ ജ്ഞാനപീഠം കിട്ടാൻ അർഹത നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അർഹത വേണ്ടെന്ന് വെച്ചാൽ കിട്ടണ്ട എന്ന് കരുതിയ സരസ്വതി സമ്മാൻ കൊണ്ട് സംതൃപ്തനാകുന്ന വർമ്മ, അദ്ദേഹത്തിന് കിട്ടാൻ ബാക്കിയുള്ളത് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസാണ്. മിക്കവാറും അടുത്തതിൻ്റെ പിന്നത്തെ കൊല്ലം അദ്ദേഹത്തിന് കിട്ടുന്ന ഞാൻ വിചാരിക്കും. പിന്നെ ബാക്കിയുള്ളത്, പിന്നെ ബാക്കിയൊന്നുമില്ല. പത്മഭൂഷൺ, പത്മവിഭൂഷണൊക്കെയാണ്. അത് കിട്ടാൻ പാടില്ലായൊന്നുമില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ മേന്മ പരിഗണിച്ച് വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞൂടാ. കാരണം വർമ്മ എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതും കിട്ടാൻ പാടില്ലായൊന്നുമില്ല. അത് കിട്ടിയാലും നിങ്ങളാരും ഞെട്ടേണ്ടതില്ല. വർമ്മയുടെ പുരസ്കാര ലബ്ധിയിൽ അഗൈതവുമായി സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും കവിതകൾ എഴുതാൻ കഴിയട്ടെ.
ഇനി കിട്ടാത്ത എന്തെങ്കിലും അവാർഡുണ്ടെങ്കിൽ അത് കിട്ടട്ടെ. അദ്ദേഹത്തെ ഇന്ത്യ ഗവൺമെൻറ് പത്മഭൂഷൺ കൊണ്ടോ പത്മവിഭൂഷൺ കൊണ്ടോ ആദരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതിലായി പ്രാർത്ഥിച്ചുകൊണ്ട്, വർമ്മയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് ഏതെങ്കിലും ഒരു കവിതയ്ക്കെങ്കിലും അല്പം കാവ്യഗുണം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വർമ്മജിക്ക് എല്ലാ മംഗളങ്ങളും, മംഗളമല്ല, ദേശാഭിമാനി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.